കണ്ണൂർ തെക്കി ബസാറിലെ അപകടാവസ്ഥയിലായ കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടയാനൊരുങ്ങി കോർപ്പറേഷൻ. കോൺക്രീറ്റ് പാളി അടർന്നു വീണ കാർ തകർന്നതോടെയാണ് കർശന നടപടി. കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര പറഞ്ഞു. കണ്ണൂർ തെക്കി ബസാറിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പഴകിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് ബുധനാഴ്ച കാർ തകർന്നിരുന്നു. വലിയ കോൺക്രീറ്റ് പാളിയാണ് നിലം പതിച്ചത്. ആ സമയത്ത് അവിടെ ആരും ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കാനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. നഗരമധ്യത്തിലുള്ള കെട്ടിടം നിലംപതിച്ചാൽ വൻ ദുരന്തത്തിനാണ് സാധ്യത. ഇത് മനസ്സിലാക്കിയാണ് കോർപ്പറേഷൻ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നത്. കെട്ടിടത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് വിലക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. കെട്ടിടത്തിന് ചുറ്റും വളച്ചുകെട്ടി ആളുകൾ പ്രവേശിക്കുന്നത് തടയുമെന്ന് കൗൺസിൽ യോഗത്തിൽ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര പറഞ്ഞു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ദുരവസ്ഥ വലിയ വാർത്തയായിട്ടും കോർപ്പറേഷന്റെ ആദ്യ കൗൺസിലിൽ ഇത് അംഗങ്ങൾ ഉന്നയിക്കാത്തതും കൗതുകമായി. പൊതു വിഷയമെന്ന നിലയിൽ അഡ്വക്കേറ്റ് പി. ഇന്ദിര നേരിട്ട് ഈ പ്രശ്നം പറയുകയും ആളുകൾ അവിടെ പ്രവേശിക്കുന്നത് തടയും എന്ന് വ്യക്തമാക്കുകയുമായിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ നേരത്തെ തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ചില കടയുടമകൾ കോടതിയെ സമീപിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും സ്റ്റേ വാങ്ങുകയായിരുന്നു. കോൺക്രീറ്റ് പാളി അടർന്നുവീണുള്ള അപകടത്തോടെ കെട്ടിടം ഉടൻ പൊളിക്കണമെന്ന കർശന നിലപാടിലാണ് കോർപ്പറേഷൻ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.